നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ രാത്രി കുറെ ഇൻട്രസ്റ്റിംഗ് ആയ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ബിഗസ്റ്റ് സർപ്രൈസുകളിൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ ലൂക്ക മോഡ്രിച്ചിന്റെ വാർത്ത എല്ലാവരും അറിഞ്ഞാലും ലൂക്ക മോഡ്രിച്ചിന് വേണ്ടി AC മിലാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന് ഫാബ്രിസിയോ റൊമാനോ ഉൾപ്പെടെയുള്ളവർ കൺഫേം ആക്കിയിരിക്കുകയാണ്. AC മിലാൻ ഇന്റർനെറ്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു പേരാണ് ലൂക്ക മോഡ്രിച്ച് എന്നും. മോഡ്രിച്ചിന് മുമ്പിൽ ഒരു നല്ല പ്രപ്പോസൽ AC മിലാൻ വിടുമെന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വാട്ട് ഡു യു ഗോയ്സ് തിങ്ക്? ലൂക്ക മോഡ്രിച്ചിന് മേൽ MLS ക്ലബ്ബുകൾക്ക് സൗദി പോലെ സൗദിയിലുള്ള ക്ലബ്ബുകൾക്കെല്ലാം ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. ലൂക്ക മോഡ്രിച്ചിന് നെക്സ്റ്റ് ഇയർ വേൾഡ് കപ്പോടുകൂടി റിട്ടയർ ചെയ്യാനാണ് ക്രൊയേഷ്യൻ നാഷണൽ ടീമിൽ നിന്ന്. ഇനി ക്ലബ് ഫുട്ബോൾ കളിക്കുമെന്ന് അറിയത്തില്ല, ബട്ട് ക്രൊയേഷ്യൻ നാഷണൽ ടീമിൽ നിന്ന് റിട്ടയർ ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. മേ ബി പുള്ളിക്ക് 1 more year ഇൻ ടോപ്പ് യൂറോപ്യൻ ലീഗ്സിൽ കളിച്ച് വേൾഡ് കപ്പിന് ഫുള്ളി എന്താ പറയുക ഫിറ്റായിട്ട് പോകാനായിട്ട് തന്നെ ആയിരിക്കും. മേ ബി ഐ തിങ്ക് AC മിലാൻ നല്ലൊരു പ്രപ്പോസലാണ്. ചാമ്പ്യൻസ് ലീഗ് ഇല്ല, യെസ്, പക്ഷെ എന്നാലും ഇറ്റാലിയൻ ലീഗിൽ നമുക്കറിയാം അത്യാവശ്യം ഹിസ്റ്റോറിക് ക്ലബ്ബുകളാണ്. സ്പേഴ്സ്, അതിനുശേഷം റയൽ മാഡ്രിഡ്, പിന്നെ AC മിലാൻ നല്ലൊരു CBU ആവും. ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജോബ് ബെല്ലിംഗമിന് വേണ്ടി ബൊറൂസിയ ഡോർട്ട്മുണ്ട് കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്യുകയാണ്. ജോബ് ബെല്ലിംഗം ബൊറൂസിയ ഡോർട്ട്മുണ്ട് തന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രി ചെയ്തു. ആകപ്പാടെ ഇനി റിമൈൻ ചെയ്ത സണ്ടർലാൻഡുമായിട്ട് ആളുടെ ഒരു പ്രൈസിന്റെ കാര്യത്തിലാണ്. ആളുടെ 40 million തന്നെ വേണം. റിലീസ് ക്ലോസ് എങ്ങാണ്ട് 40 million ഉണ്ട്, അത് തന്നെ വേണമെന്നുള്ള വാശിയിലാണ് സണ്ടർലാൻഡ് എന്നും. ബൊറൂസിയ ഡോർട്ട്മുണ്ടിന്റെ പ്രപ്പോസൽ 30 million ആണെന്ന് കേൾക്കുന്നു. ലെറ്റ്സ് ഈ കാര്യങ്ങൾ എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു. അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ടൊന്ന് കിടക്കാനായിട്ടാണെങ്കിൽ അൽ ഹിലാൽ ആണെങ്കിൽ തിയോ ഹെർണാണ്ടസിന് വേണ്ടി 30 million euros ഫിക്സഡ് പ്ലസ് 5 million euros ആഡ് ഓൺസിന്റെ ഒരു പാക്കേജ് AC മിലാനുമായിട്ട് അഗ്രി ചെയ്തു. as things stands തിയോ ഹെർണാണ്ടസിന് AC മിലാൻ വിടാൻ തന്നെയാണ് പ്ലാൻ. തിയോ ഹെർണാണ്ടസ് ഇതുവരെ പേഴ്സണൽ ടൈംസ് അൽ ഹിലാലുമായിട്ട് അഗ്രി ചെയ്തിട്ടില്ല. പുള്ളിക്ക് മേ ബി അതർ പ്രപ്പോസൽസിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് കേൾക്കുന്നു. ബട്ട് അൽ ഹിലാലും AC മിലാനും തമ്മിലൊരു ഡീൽ അഗ്രി ചെയ്തു. റൈറ്റ് നൗ AC മിലാൻ മാനേജ്മെന്റും അതുപോലെ തന്നെ തിയോ ഹെർണാണ്ടസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അധികം പോസിറ്റീവ് അല്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ട് ബേസ് ചെയ്യാനാണ് പ്ലാൻ എന്ന് കേൾക്കുന്നു. ലെറ്റ്സ് ഈ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. അവിടുന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ബ്രയാൻ എംബൂമോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് തിരഞ്ഞെടുത്തു എന്ന് സ്കൈ സ്പോർട്സും ഇത് ബ്രേക്ക് ചെയ്യുന്ന ഡേവിഡ് ഓൺസ്റ്റീനാണ്. ഡേവിഡ് ഓൺസ്റ്റീൻ ബ്രേക്ക് ചെയ്തപ്പം അലക്സ് ക്രൂക്ക് നേരത്തെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ബട്ട് ഡേവിഡ് ഓൺസ്റ്റീൻ്റെ ഒരു ഒഫീഷ്യലി ഇന്നലെ വന്ന ആള് കൺഫേം ആക്കിയപ്പം, ബ്രേക്ക് ചെയ്യുന്നവരെ കൺഫേം ആക്കിയപ്പം എല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി, മെയിൻലി മാൻ യുണൈറ്റഡ് ഫാൻസ്. കാരണം 27 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട് ലാസ്റ്റ് ഇയർ ലീഗിൽ. ആൾ 38 ലീഗ് മാച്ചും ആൾ കളിക്കുകയും ചെയ്തു. 20 goals and 7 assists. അത് ബ്രെൻഫോർഡ് നല്ല ടീമാണ്, പക്ഷേ ബ്രെൻഫോർഡ് പോലത്തെ ഒരു ടീമിൽ നിന്നുകൊണ്ട് അതും ടോപ്പ് ടീംസിനൊക്കെ അഗേൻസ്റ്റ് പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറും കൂടെയാണ്. ബ്രയാൻ എംബൂമോ ഒരു 1.5 സൈനിങ് തന്നെ ആയിരിക്കും. ആർസണൽ പോലത്തെ ക്ലബ്ബുകൾക്ക് താരത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടായതെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും താരം തിരഞ്ഞെടുത്ത ഡെസ്റ്റിനേഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. ആൾക്ക് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലും കളിക്കാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയറാണ്. ആളുടെ സെറ്റ് പീസ് അബിലിറ്റി ഒക്കെ ടോപ്പ് നോച്ച് ആണ്. ആളുടെ ക്രോസിങ് സൂപ്പർബാണ്, ഫിനിഷിങ് അടിപൊളിയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ആളുടെ വർക്ക് ലോഡും സൂപ്പർബാണ്. 25 വയസ്സേ ഉള്ളൂ, പ്രൈമിലാണ്. കുൻഹ, എംബൂമോ, അമാദ് ദിയാലോ, ഐ തിങ്ക് ദാറ്റ് ലുക്സ് എ സോളിഡ് ഫ്രണ്ട് ത്രീ അല്ലേ. അമാദി മേ ബി ഒരു സെന്റർ ഫോർവേഡിലോട്ട് ഇനി പോവായിരിക്കും, അല്ലെ കുൻഹേനെ എംബൂമോനെ CF കളിപ്പിക്കുമായിരിക്കും, ഡോണ്ട് നോ. പക്ഷെ എന്തായാലും ആ എംബൂമോയും കുൻഹയും വരുന്ന വഴി മാൻ യുണൈറ്റഡിന് ഗോൾസ് എന്തായാലും ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പ്രീമിയർ ലീഗിൽ പ്രൂവൺ ആയിട്ടുള്ള 2 പ്ലേയേഴ്സാണ്. ഗോൾസ് വിൽ ബി ഗ്യാരണ്ടീഡ് ഇഫ് തിങ്സ് ഹാപ്പൻസ്. അവർ രണ്ടുപേരും കുൻഹ കൺഫേം ആയി, എംബൂമോയുടെ കൺഫേം ആയ ഗോൾസ് വരും. ഇനി മാൻ യുണൈറ്റഡ് എൻ്റെ അഭിപ്രായത്തിൽ സ്ട്രെങ്തൻ ആക്കേണ്ട ഏരിയ മിഡ്ഫീൽഡ് ആണെന്ന് ഞാൻ പറയാം. അവിടെ റൈറ്റ് ആയിട്ടുള്ള അഡീഷൻസ് കൊണ്ടുവന്നേ പറ്റൂ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അവിടെ ഇമ്പ്രൂവ്മെന്റ്സ് വന്നേ പറ്റൂ. അതുപോലെ തന്നെയാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഗോൾ കീപ്പർ സിറ്റുവേഷനിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എമി മാർട്ടിനസ് ലിങ്ക്സ് കാണുന്നത്. ഒനാനെ വെച്ച് നെക്സ്റ്റ് സീസൺ പോകാനായിട്ട് പ്ലാൻ ഇല്ല എന്ന് കേൾക്കുന്നു. ഒനാനയ്ക്ക് ഒരു ഓഫർ വന്നാൽ വിൽക്കാനും റെഡിയാന്ന് കേൾക്കുന്നു. എമി മാർട്ടിനസ് മാൻ യുണൈറ്റഡ് ഡൺ ആയതോ പേഴ്സണൽ ടൈംസ് അഗ്രി ഇടുന്നോ മറ്റോ ഒന്നുമല്ല. പക്ഷെ പല സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എമി മാർട്ടിനസുമായിട്ട് ഏറ്റവും ലിങ്ക്ഡ് ആയി നിൽക്കുന്ന ക്ലബ്ബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. അതുപോലെ തന്നെ എംബൂമോയുടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, 38 ലീഗ് മാച്ചും ആളിന്റെ ഈ സീസൺ കളിച്ചു. അതിന് മുമ്പത്തെ സീസൺ 25 മാച്ചാണ് കളിച്ചത്. അതിന് മുമ്പത്തെ സീസൺ 38, അതിന് മുമ്പത്തെ സീസൺ 35. ഇഞ്ചറി റെക്കോർഡ് നോക്കാനായിട്ടാണ് അത്യാവശ്യം കൊള്ളാം. അത്യാവശ്യം ഗോൾ ഔട്ട്പുട്ടും തരുന്ന പ്ലെയറാണ്. സോളിഡ് ബൈ ആയിരിക്കും. ആൻഡ് പ്രൈസ് ടാഗിന്റെ കാര്യത്തിലാണ് ഒരു ഇഷ്യൂ കേൾക്കുന്നത്. 60 million euros മേളിൽ വേണമെന്നാണ് ബ്രെൻഫോർഡിന്റെ ഡിമാൻഡ് കേൾക്കുന്നു. മാൻ യുണൈറ്റഡ് ഒരു 50 million റേഞ്ചിൽ ഡണ്ണാക്കാൻ നോക്കുവാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും എംബൂമോ പ്രീമിയർ ലീഗ് പ്രൂവൺ പ്ലെയർ ഈസി ആയിരിക്കത്തില്ല. എന്തായാലും ഒരു 60 million മേളിൽ എടുക്കേണ്ട വരുമായിരിക്കും.
സോ അതുപോലെ തന്നെ റയാൻ മേഴ്സൺ ആണെങ്കിൽ അടുത്ത വെസ്റ്റ് ബ്രോമിൻ്റെ മാനേജറായിട്ട് കൺഫേം ആയിട്ടുണ്ട്. കൂടാതെ മറ്റു കുറേ റിപ്പോർട്ടുകളും വാർത്തകളും ഒക്കെ വരുന്നുണ്ട്. മെയിൻലി ഇന്നലെ വന്ന 2-3 വാർത്തകൾ ഇതാണ്. പിന്നെ എയ്റ്റ് സിറ്റി ലിങ്ക്സ് ഭയങ്കര സ്ട്രോങ് ആകുന്നുണ്ട്. പേഴ്സണൽ ടേംസ് ഒഫീഷ്യലി അഗ്രി ചെയ്തിട്ടില്ല, വൂൾസുമായിട്ടും പ്രൈസും ഒഫീഷ്യലി അഗ്രി ചെയ്തിട്ടില്ല. പക്ഷേ ഫാബ്രിസോ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2 പാർട്ടീസും, വൂൾസും ഐറ്റ്നോറിയും 3 പാർട്ടീസും സിറ്റിയും കോൺഫിഡൻ്റ് ആണ് ദ ഡീൽ വിൽ ബി, അടുത്ത 2-3 ദിവസത്തിനകം ഡീൽ വിൽ ബി കൺഫേംഡ് എന്നുള്ള രീതിയിൽ കോൺഫിഡൻസ് ആണെന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെ പറഞ്ഞ പോലെ ജോൺ ഗാർഷ്യ ഇപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തിട്ടുണ്ട്. മേ ബി ലക്കുണ്ടെങ്കിൽ ഈ വീക്കിൽ തന്നെ ജോൺ ഗാർഷ്യനെ ബാർസലോണ ചിലപ്പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുമെന്നും കേൾക്കുന്നുണ്ട്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പ്രോഗ്രസ് ചെയ്യുമെന്നുള്ളത്. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതിരിക്കും. ബൈ.